പ്രീ സ്കൂൾ മാനേജ്മെൻറ്റ് യൂണിറ്റ് 2 പാർട്ട് 2. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഡ്മിനിസ്ട്രേറ്ററുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പഠിച്ചത്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ് രണ്ട് ടേമുകൾ സിനോണിമസ് ആയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ്, മാറി മാറി ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ്. അഥവാ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നടത്തിപ്പാണ്, മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാലും നടത്തിപ്പാണ്. പക്ഷെ രണ്ടും തമ്മിലുള്ള ചെറിയ വ്യത്യാസം, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതാണ് ഒന്നും കൂടി ഒരു ഉയർന്ന തലത്തിലുള്ള ഒരു പ്രവർത്തനം. ഉദാഹരണത്തിന് അഡ്മിനിസ്ട്രേഷനാണ് നമ്മുടെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരിത്തിരി സ്റ്റാറ്റസ് കൂടുന്നത് അഡ്മിനിസ്ട്രേഷൻ എന്ന ഒരു മേഖലക്കാണ്. സാധാരണ ഗവൺമെൻറ് മേഖലകളിലൊക്കെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. പ്രൈവറ്റ് മേഖലകളിലൊക്കെ മാനേജ്മെൻറ്റ് എന്ന പദമാണ് ഉപയോഗിക്കാറ്. പക്ഷേ രണ്ടിൻ്റെ അർത്ഥം എന്താണ്? നടത്തിപ്പ് തന്നെയാണ്. ഇവിടെ മാനേജ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു, ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, മറ്റുള്ളവരാൽ നമുക്ക് കാര്യങ്ങൾ ലഭിക്കുക. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് പ്ലാനിങ് നടത്തുക, ഡിസിഷൻ മേക്കിംഗ്, ഓർഗനൈസിങ്, ലീഡിങ്, മോട്ടിവേഷൻ ആൻഡ് കൺട്രോളിങ് ദ ഹ്യൂമൻ റിസോഴ്സസ്. മനുഷ്യരുടെ അല്ലെങ്കിൽ അവിടുത്തെ തൊഴിലാളികളുടെ പ്ലാനിങ്, അവരുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കൽ, അവരെ ഓർഗനൈസ് ചെയ്യുന്നത്, അവരെ ലീഡ് ചെയ്യുന്നത്, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫിനാൻഷ്യലായും സാമ്പത്തികമായും ഫിസിക്കലായും എല്ലാമുള്ള എല്ലാ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇവരൊക്കെ മാനേജ് ചെയ്യുക, നടത്തുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് പോകുക എന്നുള്ളതൊക്കെയാണ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിംപ്ലി വി ക്യാൻ സേ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്ക് ലഭ്യമായ റിസോഴ്സുകളെ ഉപയോഗിച്ചുകൊണ്ട് ഉദാഹരണത്തിന് ഒരു സ്കൂളാണെങ്കിൽ there may be some teaching staff, non-teaching staff, maybe building or any other infrastructure facilities, and we have to coordinate all these things towards our objective or towards our goal. ഇത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക. അപ്പോൾ നല്ല അധ്യാപകരെ അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ലൊരു സ്കൂളാക്കി മാറ്റാൻ വേണ്ടി നാം പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ മേൽനോട്ടം, അതിൻ്റെ ഒരു നടത്തിപ്പ് എന്നതാണ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയാനുള്ളത്. നമുക്ക് പറയാനില്ല, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്ഥാപനത്തിന് നടത്തിപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആളുകളില്ലെങ്കിൽ ആ സ്ഥാപനം നല്ല രീതിയിൽ മുമ്പോട്ട് പോവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, നമ്പർ 1, ഇറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾ. നമ്മുടെ ലക്ഷ്യങ്ങളെ അച്ചീവ് ചെയ്യാൻ, ഗോളുകളെ അച്ചീവ് ചെയ്യാൻ അത് സഹായിക്കുന്നു. സിമ്പിളായി മനസ്സിലാക്കിയാൽ മതി. ഇറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. നമ്മുടെ ലക്ഷ്യങ്ങളെ അച്ചീവ് ചെയ്യാൻ മാനേജ്മെൻറ്റ് സഹായിക്കുന്നു. ഇപ്പോൾ മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ ഒന്നുമില്ല, നടക്കില്ല. മറ്റൊന്ന്, ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് മീൻസ് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദ അവൈലബിൾ റിസോഴ്സസ്. മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലഭ്യമായ എല്ലാ വിഭവങ്ങളെയും പരിപൂർണമായും നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വേസ്റ്റ് ആകും. ഇപ്പോൾ ഉദാഹരണത്തിന് മാനേജർ ഉണ്ടെങ്കിൽ കറക്റ്റ് കൃത്യസമയത്ത് ക്ലാസ് എടുക്കും, കൃത്യസമയത്ത് പോകും, കൃത്യസമയത്ത് ജോലി ചെയ്യും. അപ്പോൾ നമുക്ക് റിസൾട്ട് വർദ്ധിക്കും. പക്ഷേ അങ്ങനെ ഒരു മാനേജറോ മാനേജിങ് പേഴ്സൺസോ ഇല്ലെങ്കിൽ അവിടെ വിഭവങ്ങൾ ഉപയോഗിക്കപ്പെടാതെ പാഴായി കിടക്കും. മറ്റൊന്ന്, ഇറ്റ് റെഡ്യൂസസ് കോസ്റ്റ്. ചെലവ് ചുരുക്കുന്നു, കോസ്റ്റുകൾ കുറക്കുന്നു. കാരണം മാനേജ്മെൻറ്റിലൂടെ മാക്സിമം റിസൾട്ട് ലഭിക്കുകയാണ്. ബിക്കോസ് ബൈ പ്ലാനിങ് ആൻഡ് by using minimum input and getting maximum output, through that the organization gets maximum result. അപ്പോൾ അവിടെ പരമാവധി ഉപയോഗിക്കുന്ന സമയത്ത് ചിലവ് ചുരുങ്ങും. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ ലൈറ്റും ഫാനൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ
ചെറിയ കുട്ടികളൊക്കെ അതിങ്ങനെ ഇട്ട് വെക്കും ആവശ്യത്തിന് അനാവശ്യത്തിനും. അപ്പോൾ അത് മാനേജ് ചെയ്യുന്നത് വീട്ടിലെ അച്ഛനോ അമ്മയോ അതുപോലുള്ള ആരെങ്കിലും ആണെങ്കിൽ അത് ഓഫ് ചെയ്യടാ എന്ന് നമ്മെ നിർദ്ദേശിക്കും, അല്ലെങ്കിൽ നമ്മെ ശകാരിക്കുമ്പോൾ നാം അത് ഓഫ് ചെയ്യുന്നു. അതുവഴി നമുക്ക് ചിലവ് കറണ്ട് ബില്ല് ലാഭിക്കുന്നു. ഇതുപോലെ ഒരാൾ നമ്മെ മാനേജ് ചെയ്യാനും നടത്താനും ഒക്കെ ഉണ്ടെങ്കിൽ കോസ്റ്റുകൾ കുറയും. മറ്റൊന്ന് എസ്റ്റാബ്ലിഷസ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് എനാബിൾസ്, അത് സാധ്യമാക്കുന്നു ദ ഓർഗനൈസേഷൻ ടു സർവൈവ് ഇൻ ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്. ഈ മാറുന്ന ചുറ്റുപാട്, മാറുന്ന പരിസ്ഥിതിക്കനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാൻ മാനേജ്മെൻറ്റിന് സഹായിക്കും. ഇന്നത്തെ കാലത്ത് ഒരു സ്ഥാപനമൊക്കെ നടത്തിക്കൊണ്ടു പോകാമെന്ന് പറയുന്നത്, ഒരു സ്കൂളൊക്കെ നടത്തിക്കൊണ്ടു പോകാമെന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ്. കാരണം ദിവസം കഴിയും തോറും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ടെക്നോളജിയിലുള്ള മാറ്റം, ആളുകളുടെ ആറ്റിറ്റ്യൂഡിലുള്ള മാറ്റം, സാമ്പത്തിക രീതിയിലുള്ള മാറ്റം, പെരുമാറ്റ സംഹിതകളിലുള്ള മാറ്റം, ഇതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ കൃത്യമായ ഒരു മാനേജ്മെൻറ്റ് ആവശ്യമാണ്. അതാണ് നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് സ്റ്റെപ്സ് ഇൻ മാനേജ്മെൻറ്റ്. സ്റ്റെപ്സ് ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ വിവിധ സ്റ്റെപ്പുകളാണ്. ഇറ്റ്സ് എ പ്രോസസ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ ആരെങ്കിലും അറിയാത്ത ഒരാൾ ചെയ്യുന്ന ഒരു പണിയൊന്നുമല്ല. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഒരു സ്ഥാപനത്തെ മാനേജ് ചെയ്യുക, ഒരു വിഷയത്തെ മാനേജ് ചെയ്യുക. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക് വേ ഓഫ് ഡൂയിങ് തിങ്സ്. ഇനി നമുക്ക് ഈ സ്റ്റെപ്സ് ഇൻ മാനേജ്മെൻറ്റിനെ പോസ്റ്റ് കോർബ് എന്ന ഒരു കോഡിൽ അറിയപ്പെടാം. POSTCORB. അതിനെ പോസ്റ്റ് കോർബ് എന്ന് നമ്മൾ വിളിക്കും. അത് നമുക്ക് ഒരു തരം വേർഡ് അസോസിയേഷനാണ്. നമ്മൾ ഒരു കാര്യത്തെ ഓർത്തു വെക്കാൻ വേണ്ടി സിമ്പിളായ സിമ്പലുകളോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാര്യത്തെ ഓർക്കുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് പോസ്റ്റ് കോർബ് എന്ന് ഓർത്ത് വെച്ചാൽ മാനേജ്മെൻറ്റിൻ്റെ സ്റ്റെപ്പ് കൃത്യമായി നമുക്ക് പഠിക്കാൻ പറ്റും. അതിൽ P സ്റ്റാൻഡ്സ് ഫോർ പ്ലാനിങ്. P എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. O ഫോർ ഓർഗനൈസിങ് ആണ്. S ഫോർ സ്റ്റാഫിംഗ് ആണ്. D ഫോർ ഡയറക്റ്റിംഗ് ആണ്. CO ഫോർ കോർഡിനേഷൻ. R ഫോർ റിപ്പോർട്ടിംഗ് ആൻഡ് B ഫോർ ബജറ്റിംഗ്. പോസ്റ്റ് കോർബ് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് മാനേജ്മെൻറ്റിൻ്റെ സ്റ്റെപ്പിനെ നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് പ്രോസസ് ഈസ് പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം നമ്മൾ മാനേജ്മെൻറ്റിൽ ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ് എല്ലാ വിഷയത്തെയും കൃത്യമായി പ്ലാൻ ചെയ്യുക. വാട്ട് ഈസ് പ്ലാനിങ് എന്ന് ചോദിച്ചാൽ എന്താ പ്ലാനിങ്? ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി തീരുമാനിക്കുക. വാട്ട് ഈസ് ടു ബി ഡൺ, എന്ത് ചെയ്യണം. വെൻ ഈസ് ടു ബി ഡൺ, എപ്പോൾ ചെയ്യണം. ഹൗ ഈസ് ടു ബി ഡൺ, എങ്ങനെ ചെയ്യണം. വേർ ഈസ് ടു ബി, ഹൂ ഈസ് ടു ബി ഡൺ, ആര് ചെയ്യണം. ഇതെല്ലാം മുൻകൂട്ടി തീരുമാനിക്കുന്നതിനാണ് പ്ലാനിങ്. നാളെ ഞാനൊരു ടൂർ പോവുകയാണ്, മുൻകൂട്ടി തീരുമാനിക്കുന്നു. എപ്പോൾ പോകണം, എത്ര മണിക്ക് എവിടെ ഇറങ്ങണം, എവിടെ പോകണം, എപ്പോൾ തിരിച്ചെത്തണം, അതിന് വേണ്ടുന്ന ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഇതാണ് പ്ലാനിങ്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ആലോചിക്കുക, ഡിസൈഡ് ചെയ്യുക. അതാണ് പ്ലാനിങ്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സ്റ്റെപ്പ് പ്ലാനിങ് ആണ്. അപ്പോൾ നമുക്ക് സ്കൂൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല പ്ലാനിങ് വേണം. ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി തീരുമാനിക്കുക. അതാണ് പ്ലാനിങ്. രണ്ടാമത്തത് ഓർഗനൈസിങ് ആണ്. ഓർഗനൈസിങ് എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ആൻഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഡെവലപ്പിംഗ് ആൻഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. നമ്മുടെ സ്ഥാപനത്തിന് ആദ്യം പ്ലാൻ ചെയ്തു, അത് കഴിഞ്ഞാൽ പിന്നെ സ്ഥാപനത്തിന് നല്ലൊരു ഘടന ഉണ്ടാക്കുക. ഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥാപനത്തിലെ ഓരോ ആളുകൾക്കും കൃത്യമായി അവരുടെ ഡ്യൂട്ടിയും അവരുടെ റെസ്പോൺസിബിലിറ്റിയും അവർക്കുള്ള അധികാരങ്ങളും ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു പ്രീ സ്കൂൾ നടത്തുന്നു, ഞാനാണ് അതിൻ്റെ മാനേജർ, ഞാനാണ് അതിൻ്റെ ചെയർമാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ സ്കൂളിലേക്ക് ആവശ്യമായ ഒരു പ്രിൻസിപ്പാലിനെ അപ്പോയിൻ്റ് ചെയ്യുന്നു, ടീച്ചേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്നു, ഹെൽപ്പർമാരെ അപ്പോയിൻ്റ് ചെയ്യുന്നു, ഡ്രൈവർമാരെ അപ്പോയിൻ്റ് ചെയ്യുന്നു, മറ്റു സ്റ്റാഫുകളെ, സെക്യൂരിറ്റി ജീവനക്കാരെ അപ്പോയിൻ്റ് ചെയ്യുന്നു. ഓരോ ആളുകൾക്കും കൃത്യമായ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും കൊടുക്കുന്നു. പ്രിൻസിപ്പൽ
is authorized to looking over the activities and teacher is assigned the duty of teaching. Like that, പ്രിൻസിപ്പലിന് എല്ലാവരെയും മേൽനോട്ടം വഹിക്കാനുള്ള ഡ്യൂട്ടി പ്രിൻസിപ്പൽ, നിങ്ങളാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ടീച്ചർ ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞു. ഹെൽപ്പേഴ്സിനോട് കുട്ടികളെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പറഞ്ഞു. ഡ്രൈവർമാരോട് ബസ്സിൻ്റെ കാര്യങ്ങൾ ഇതാണ് കൃത്യമായ ഓർഗനൈസിങ്. ഓരോ ആളുടെയും ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും ഒക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഒരു നിശ്ചയിച്ചു കൊടുക്കുക, ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ടാക്കുക. അപ്പോൾ പ്ലാനിങ് കഴിഞ്ഞു. രണ്ടാമത്തത് ഓർഗനൈസിങ് ആണ്. ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, എന്താണ് മുൻകൂട്ടി തീരുമാനിച്ചു, എന്താ ചെയ്യേണ്ടതെന്ന്. അത് കഴിഞ്ഞ് ഓരോ ആൾക്കുമുള്ള കൃത്യമായ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും കൊടുത്തു. മൂന്നാമത്തതാണ് സ്റ്റാഫിങ്. സ്റ്റാഫിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്റ്റാഫിനെ വേണം. ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം എന്ന് പറയുന്നത് അവിടെയുള്ള സ്റ്റാഫുകളാണ്. മാനേജർ ഭയങ്കര ഉഷാറായതുകൊണ്ടോ അല്ലെങ്കിൽ ചെയർമാൻ ഭയങ്കര ഉഷാറായതുകൊണ്ടൊന്നും നമുക്ക് സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. പ്രത്യേകിച്ചിട്ട് പ്രീ സ്കൂളൊക്കെ ആകുമ്പോൾ the success of a preschool depends mainly on the teaching faculty, means the entire staff of the organization. ആ സ്ഥാപനത്തിൻ്റെ സ്റ്റാഫുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്റ്റാഫ് കൃത്യമായി കുട്ടികളെ ഇടപെട്ടിട്ടില്ലെങ്കിൽ, കൃത്യമായി നോക്കിയിട്ടില്ലെങ്കിൽ ആ സ്ഥാപനം പൂട്ടി. അതുകൊണ്ട് തന്നെ this section relates to the personnel policy and all related activities within an organization. അപ്പോൾ നമുക്ക് നല്ല സ്റ്റാഫുകളെ വേണം. അവരെ റിക്രൂട്ട്മെൻറ്റ് നടത്തണം, അവരെ സെലക്ട് ചെയ്യണം, അവർക്ക് ശമ്പളം ഫിക്സ് ചെയ്യണം, അതേപോലെ തന്നെ അവരെ ആനുകൂല്യങ്ങൾ കൊടുക്കണം, അവർക്ക് പ്രൊമോഷൻ കൊടുക്കണം, അവരെ സംതൃപ്തിപ്പെടുത്തണം. അങ്ങനെ സ്റ്റാഫുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങളും ഏതിൽ വന്നു? സ്റ്റാഫിങ്ങിൽ വന്നു. അപ്പോൾ സ്റ്റാഫുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാഫ് പോകുമ്പോൾ പുതിയ സ്റ്റാഫിനെ കണ്ടെത്തണം, അതിൽ നിന്ന് സെലക്ട് ചെയ്യണം, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, ശമ്പളം ഫിക്സ് ചെയ്യണം, അവർക്കുള്ള ആനുകൂല്യങ്ങൾ ഫിക്സ് ചെയ്യണം, അവരെ കൃത്യമായി മേൽനോട്ടം വഹിക്കണം. അതാണ് പറയുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ പ്ലാൻ ചെയ്തു, കൃത്യമായ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി, ഡ്യൂട്ടികൾ ഡിസൈൻ ചെയ്തു, സ്റ്റാഫുകളെ കൃത്യമായി സെലക്ട് ചെയ്യുകയും അപ്പോയിൻ്റ് ചെയ്യുകയും ചെയ്തു. നാലാമത്തെ സ്റ്റെപ്പാണ് ഡയറക്ഷൻ. ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഈ ഒരു ഓവറോൾ കൺട്രോൾ മീൻസ് ഡയറക്ട്സ്, മോട്ടിവേറ്റ്സ്. ഇപ്പോൾ ഒരു സിനിമയിൽ ഡയറക്ടറാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സിനിമ വിജയിച്ചാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ക്രെഡിറ്റ് പോകുന്നത് ആ ഡയറക്ടർക്കാണ്. ചിലപ്പോൾ വലിയ വലിയ നടന്മാർ അഭിനയിച്ചത് കൊണ്ടായിരിക്കാം എന്ന് നമ്മൾ വിജയിക്കുന്നു. പക്ഷേ ആ നടന്മാരുടെ അഭിനയത്തേക്കാൾ അപ്പുറത്ത് അതിൻ്റെ സംവിധായകൻ, ഡയറക്ടർ, അയാൾക്കാണ് അതിൻ്റെ ക്രെഡിറ്റ്. കാരണം അയാളുടെ ഡയറക്റ്റിംഗ് അനുസരിച്ച് കൊണ്ടാണ് ഈ നടന്മാരും നടിമാരൊക്കെ അവരെ അഭിനയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡയറക്ഷൻസ് കൃത്യമായി വേണ്ടുന്ന മോട്ടിവേഷനും കമ്മ്യൂണിക്കേഷനും സൂപ്പർവിഷനും എല്ലാം നടത്തി ആവശ്യമായ ഡയറക്ഷൻസ് ഒക്കെ നടത്തുക എന്ന് പറയുന്നതും മാനേജ്മെൻറ്റിൻ്റെ നാലാമത്തെ സ്റ്റെപ്പാണ്. ഇപ്പോൾ പ്ലാനിങ് കഴിഞ്ഞു, ഓർഗനൈസിംഗ് ആയി, അതേപോലെ തന്നെ സ്റ്റാഫിംഗ് ആയി, ഡയറക്റ്റിംഗ് ആയി. മറ്റൊന്നാണ് കോർഡിനേറ്റിംഗ്. പിന്നെ ഇതിനൊക്കെ മൊത്തത്തിൽ ഒന്ന് യോജിപ്പിച്ച് കൊണ്ടുപോവുക. ഓൾ suppose there are many departments in the organization, we have to coordinate, we have to bring them together with the right end goal in mind. നമുക്ക് അവസാനം വരെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഈ വ്യക്തികളെല്ലാം തന്നെ പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവുക. അതാണ് കോർഡിനേഷൻ. അതും മാനേജ്മെൻറ്റിൻ്റെ അടുത്ത സ്റ്റെപ്പാണ്. മറ്റൊന്നാണ് റിപ്പോർട്ടിംഗ്. റിപ്പോർട്ടിംഗ് മീൻസ് കൃത്യമായ റിപ്പോർട്ട്. അതാണ് എവിഡൻസ്. ആ റിപ്പോർട്ടിങ്ങിലാണ് ആ സ്ഥാപനത്തിൻ്റെ കൃത്യമായ ഒരു മനസ്സ് നമുക്ക് തുറക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു സ്ഥാപനത്തിൻ്റെ പ്രോഗ്രസ് എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ റിപ്പോർട്ടിംഗ് പ്രൊവൈഡ്സ് ഇൻസൈറ്റ് ഇൻ ടു ദ പ്രോഗ്രസ് ആൻഡ് എഗ്രിമെൻറ്റ്സ് ക്യാൻ ഓൾസോ ബി റെക്കോർഡ് ഇൻ ദിസ് വേ. നമുക്ക് പ്രോഗ്രസ് കൃത്യമായിട്ട് അറിയണമെങ്കിൽ റിപ്പോർട്ടിംഗ് വേണം. വെറുതെ വായ കൊണ്ട് പറഞ്ഞാൽ പോരാ. അപ്പം അത് കൃത്യമായി അപ്പം നടക്കുന്ന പ്രോഗ്രസ് കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്ത് പോകണം. ആൻഡ് ലാസ്റ്റ് വൺ, ബജറ്റിംഗ്. ബജറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വരുമാനം, നമ്മുടെ ചെലവ്, ഇത് രണ്ടും തീരുമാനിക്കണം. ഞാനൊരു കടയിൽ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്, എൻ്റെ കൈ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ കയറി
സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എൻ്റെ പോക്കറ്റിലുള്ളത് 100 രൂപയാണ്. ഞാൻ ആ കടയിൽ കയറിയിട്ട് 200 രൂപയുടേത് തിന്നു. എന്തായിരിക്കും സംഭവിക്കുക? ഇല്ല. എനിക്ക് മാക്സിമം തിന്നാൻ പറ്റുന്നത് 100 രൂപയുടേതാണ്. എനിക്ക് 80 രൂപയുടെ തിന്നാം, 70ൻ്റെ തിന്നാം, 90 തിന്നാം, 100 തിന്നാം. പക്ഷെ 100ൽ കൂടിയാൽ പ്രശ്നമാണ്. ബജറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വരുമാനവും ചെലവും കണക്കാക്കണം. ഒരു മാസത്തിൽ 10,000 രൂപ കിട്ടുന്ന ഒരു പാരൻറ്റ് ആ 10,000 കൊണ്ട് ആകെ ടൈറ്റ് പിടിച്ച് ഇതിൽ മക്കളുടെ ഫീസ്, ഭക്ഷണം എല്ലാം ബജറ്റിംഗ്. അതാണ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ വരവ് ചെലവ് കണക്കുകളെ ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്യാം. ഇതും മാനേജ്മെൻറ്റിൻ്റെ ദൗത്യമാണ്. ഇത്രയും സ്റ്റെപ്പുകളാണ് ഇതിലുള്ളത്. മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ മാനേജ്മെൻറ്റ്? മാനേജ്മെൻറ്റിൻ്റെ വിവിധ സ്റ്റെപ്പുകൾ എന്താണ്? ഇപ്പോൾ പോസ്റ്റ് കോർബ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ ഓരോ അക്ഷരങ്ങൾ എടുത്തിട്ട് നമുക്കിങ്ങനെ പഠിച്ച് വരാം. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്തൊരു ടോപ്പിക്ക് റോൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ മാനേജ്മെൻറ്റ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, ആശയവിനിമയം അല്ലേ? ആശയവിനിമയത്തിന് വലിയ പ്രാധാന്യമുണ്ട് മാനേജ്മെൻറ്റിൽ മാത്രമല്ല, നമ്മുടെ ഡെയിലി ലൈഫിലും കമ്മ്യൂണിക്കേഷന് വലിയ പ്രാധാന്യമുണ്ട്. ടീച്ചിങ് ലൈഫിലും കമ്മ്യൂണിക്കേഷന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ നടന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. പണ്ടൊരു രാജാവിൻ്റെ കഥയുണ്ട്. രാജാവ് ഒരു സ്വപ്നം കാണുന്നു. അപ്പോൾ രാജാവ് സ്വപ്നം കണ്ടിട്ട് ഉടനെ രാജാവ് ആ സ്വപ്നത്തെ വ്യാഖ്യാനം പറയാൻ വേണ്ടിയിട്ട് ഒരാളെ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ സ്വപ്ന വ്യാഖ്യാനം പറയാൻ വന്ന ആൾ രാജാവിനോട് പറഞ്ഞു, രാജാവേ, അങ്ങ് കണ്ട സ്വപ്നം ഭയങ്കര ഭീകരമാണ്. ഇന്നേക്ക് 10 ദിവസം കൊണ്ട് നിങ്ങൾ മരണപ്പെട്ടു പോകും. രാജാവിന് ദേഷ്യം വന്നിട്ട് വ്യാഖ്യാനം പറഞ്ഞ ആളുടെ തല വെട്ടിക്കളഞ്ഞു. വീണ്ടും വേറൊരാളെ കൊണ്ടുവന്നു രാജാവ് കണ്ട സ്വപ്നം വ്യാഖ്യാനിക്കാൻ. അദ്ദേഹവും പറഞ്ഞു, ഇന്നേക്ക് 10 ദിവസത്തിനകം നിങ്ങൾ മരണപ്പെട്ടു പോകും രാജാവേ. അദ്ദേഹത്തിൻ്റെ തലയും വെട്ടുന്നു. മൂന്നാമതൊരാൾ വന്നു, അതുപോലെ ആവർത്തിക്കുന്നു, തല വെട്ടുന്നു. പക്ഷേ നാട്ടിൽ ബുദ്ധിമാനായ ഒരു ആളുണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ട് രാജാവിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാം. രാജാവ് സ്വപ്നമൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് രാജാവിന് ഇങ്ങനെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, രാജാവേ, അങ്ങ് സന്തോഷിക്കുവീൻ, അങ്ങേക്കൊരു സന്തോഷ വാർത്തയുണ്ട്. അങ്ങയുടെ മകൻ രാജാവാകാൻ പോവുകയാണ്, കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞപ്പോൾ രാജാവ് അയാൾക്ക് 100 സ്വർണ്ണ നാണയം കൊടുക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഇയാൾ പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ മകൻ രാജാവാകാൻ പോകുന്നു എന്നാണ്. ഇയാളുടെ മകൻ രാജാവാകാൻ പോകണമെങ്കിൽ രാജാവ് മരിക്കണം. സംഭവം ഒന്ന് തന്നെയാണ്. പക്ഷേ ദ വേ ദ എക്സ്പ്രസ് ഓർ ഹി കമ്മ്യൂണിക്കേഷൻ വേ ആണ് അവിടെ അദ്ദേഹത്തിന് സ്വർണ്ണ നാണയം കിട്ടിയത്. സെയിം സാധനം മറ്റൊരു വേയിൽ അവതരിപ്പിച്ചപ്പോൾ ബാക്കിയുള്ളവരുടെ തല പോയി. ദിസ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, നോട്ട് ഓൺലി ഇൻ മാനേജ്മെൻറ്റ് ബട്ട് ഓൾസോ ഇൻ അവർ ഡെയിലി ലൈഫ്, ഇൻ അവർ ഫാമിലി ലൈഫ്, in the friendly life, everywhere communication is very important. The way of communication, especially the way we use in the communication ഉപയോഗിക്കുന്ന ഒരു വഴിയുണ്ടല്ലോ, അതാണ് ഭയങ്കര സംഭവമാണത്. അപ്പോൾ നമുക്ക് ഒരു സെൻഡറും ഒരു റിസീവറും അല്ലെങ്കിൽ ഒരു സെൻഡറും ഒരു റെസിപ്പിയൻറ്റും കൂടിയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വാക്ക് തന്നെ വന്നിരിക്കുന്നത് കമ്മ്യൂണിസ് എന്ന ഒരു ലാറ്റിൻ വർക്കിൽ നിന്നാണ്. കമ്മ്യൂണിസ് വിച്ച് മീൻസ് കോമൺ ഓർ ടു ഷെയർ. കമ്മ്യൂണിസ് എന്ന ഒരു വാക്കിൽ നിന്ന് ആണ് ഈ കമ്മ്യൂണിക്കേഷൻ വന്നത്. ഷെയർ എന്നാണ് അർത്ഥം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൃത്യമാണ്. നമ്മൾ ആശയവിനിമയങ്ങൾ, ഞാനൊരാളോട് പറയുന്ന കാര്യം, ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവില്ല, വേറെ ഏത് ടീച്ചർ എടുത്താലും മനസ്സിലാവില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യം, ഒന്നാമത്തത്, കമ്മ്യൂണിക്കേഷൻ പ്രൊമോട്ട്സ് മോട്ടിവേഷൻ ബൈ ഇൻഫോമിങ് ആൻഡ് ക്ലാരിഫയിങ് ദ എംപ്ലോയീസ് അബൌട്ട് ദ ടാസ്ക് ടു ബി ഡൺ. കമ്മ്യൂണിക്കേഷൻ, നല്ല കമ്മ്യൂണിക്കേഷൻ തൊഴിലാളികളോട് പറയാണ്, ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് നിങ്ങൾ ഇന്ന ജോലികൾ തീർക്കണം എന്ന് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് തൊഴിലാളികൾക്ക് വലിയ മോട്ടിവേഷൻ ആവും. ഇതെന്ത് മാനേജർ, ഇയാൾ എന്താ ചെയ്യേണ്ടതെന്നും പറയുന്നില്ല, ഇയാൾ പറഞ്ഞാൽ മനസ്സിലാവുന്നുമില്ല, ഇയാളൊന്നും പറയുന്നുമില്ല, അങ്ങനെ ചിന്തിക്കും പലപ്പോഴും നമ്മൾ. അപ്പോൾ നമ്മൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് തൊഴിലാളികൾക്ക് വലിയ മോട്ടിവേഷൻ ആയിരിക്കും. രണ്ടാമത്തത്, ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ടു ദ ഓർഗനൈസേഷണൽ മെമ്പേഴ്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. കൃത്യമായ കമ്മ്യൂണിക്കേഷൻ നടന്നാൽ മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുകയുള്ളൂ.
അപ്പോൾ എനിക്ക് സാലറി വർദ്ധിപ്പിക്കണം. അപ്പോൾ ഞാനിത് മാനേജറോട് പറയാതെ വീട്ടിൽ പോയിട്ട് നാട്ടിൽ പോയിട്ട് ആൾക്കാരോട് പറഞ്ഞിട്ട് പരദൂഷണം പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. അപ്പോൾ കൃത്യമായി മാനേജറോട് പറയാം, സാർ ഞാനിവിടെ 2 വർഷമായി ജോലി ചെയ്യുന്നു, ചെറിയൊരു ഇൻക്രിമെൻറ്റ് സാലറിയിൽ വേണേ. അപ്പോൾ അത് അവർക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. മൂന്നാമത്തത്, കമ്മ്യൂണിക്കേഷൻ ഓൾസോ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ആൾട്ടറിങ് ഇൻഡിവിജ്വൽസ് ആറ്റിറ്റ്യൂഡ്സ്. ഒരാളുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റാൻ കമ്മ്യൂണിക്കേഷൻ സാധിക്കുന്നു. അപ്പോൾ ഞാൻ ഒരാളോട് പ്രകോപനപരമായിട്ട് ഞാൻ സംസാരിച്ചാൽ അയാളുടെ ആറ്റിറ്റ്യൂഡ് മാറും. നീ എന്താടാ എന്നെ നോക്കി പേടിപ്പിക്കുന്നത്, നിൻ്റെ മുഖം എന്താടാ ഉപ്പിലിട്ട മാങ്ങാ പോലെ എന്നൊക്കെ ഞാൻ ചില ഈ മോശം വാക്കുകൾ, ഒരാൾ വെറുതെ ഇരിക്കുകയാണ്, ഞാൻ അയാളോട് പോയിട്ട് പറയുകയാണ് എൻ്റെ മുഖം എന്താണ് ഇങ്ങനെ വികൃതമായിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് ദേഷ്യം വരും. അപ്പോൾ ഒരാളെ പ്രൊവോക്ക് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. പക്ഷേ അയാളെ വളരെയധികം യെസ് നൈസ് ടു മീറ്റ് യു, യെസ് ഐ എം സോ ഹാപ്പി വിത്ത് യു, ഞാൻ നിന്നോട് വളരെ സന്തോഷവാനാണ്, എനിക്ക് നിങ്ങളെ കണ്ടതിൽ അതിയായ സന്തോഷമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അയാൾ ആറ്റിറ്റ്യൂഡ് തന്നെ മാറും. എത്ര കൊല്ലകൊമ്പനായാലും എത്ര ഭീകരനാണെങ്കിലും അയാൾ നമ്മോടൊപ്പം നിൽക്കാൻ അയാൾ താല്പര്യം കാണിക്കും. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഓൾസോ ഹെൽപ്സ് ഇൻ സോഷ്യലൈസിങ്. കമ്മ്യൂണിക്കേഷനാണ് നമ്മളെ സോഷ്യലൈസേഷനിലേക്ക് എത്തിക്കുന്നത്, ഒരു സോഷ്യൽ ആനിമലാക്കി മാറ്റുന്നത്, സാമൂഹിക ജീവിയാക്കി മാറ്റുന്നത്. ആരും ഒന്നും മിണ്ടാതെ ഇൻട്രോവേർട്ടായിട്ട് ഇങ്ങനെ നടക്കുന്ന ആളുകൾക്കൊന്നും ഒരു സോഷ്യലൈസ് ആയിട്ട് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ ആളുകൾ നമ്മളെ നല്ല ഇഷ്ടപ്പെടും. ഇപ്പോൾ നല്ല സംസാരിക്കുന്ന ആളുകൾ, വളരെ പോസിറ്റീവായി സംസാരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ആളുകൾ അവരെ ഇഷ്ടപ്പെടും, അവരെടുത്ത് പോകും, അവരിൽ നിന്ന് പലതും കേൾക്കാൻ ആഗ്രഹിക്കും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത്രമാത്രം ഇമ്പോർട്ടൻസ് മാനേജ്മെൻറ്റിൽ, പ്രത്യേകിച്ചിട്ട് എസ്പെഷ്യലി ഇൻ മാനേജ്മെൻറ്റ്, വളരെ പ്രധാനമായി മാനേജ്മെൻറ്റിൽ അത്രയും ഒരു പ്രാധാന്യം കമ്മ്യൂണിക്കേഷന് തീർച്ചയായും ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ പഠിക്കാനുള്ളത്.